നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എക്സാം പാസ്സായത് എന്റെ മാത്രം എടുക്കൊണ്ടല്ലോ, അതിന്റെ ക്രെഡിറ്റ് ഒരാൾക്ക് കൂടി അവകാശപ്പെട്ടതാ അല്ലേ രാജു? അങ്ങനെ ഒരാളുണ്ടോ? അതാരാ മാഡം? ആ ആളിന് ഞാനിപ്പോ സ്വീറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. രാജു ഏട്ടനെ മിസ് ചെയ്യുമ്പോ വലിയ പ്രയാസമായിരിക്കും. ചേച്ചിയെ വിളിച്ചോണ്ട് വേഗം വാ. ചേച്ചി നീ പൊയ്ക്കോ, അപ്പു ഞാൻ പുറകെ വന്നോളാം. ലതിക മാഡം. രാജു, രാജു ഇവിടെ നീ തോന്നിയതാവും. ലതിക മാഡം. ഇതിപ്പോ ഏത് നേരത്തും രാജുവിനെ കുറിച്ചുള്ള വിചാരമാണ് വരുന്നത്. രാജുവിന് ഓർമ്മിക്കാതിരിക്കാനേ വയ്യെന്നായിരിക്കുന്നു. എന്റെ വിവാഹം കഴിഞ്ഞാലെങ്കിലും രാജുവിനെ ഓർക്കാതിരിക്കാൻ കഴിയോ? രാജു ഇല്ലാത്തവരിടത്താവുമ്പോ അവന് മിസ് ചെയ്യുന്നതായിട്ട് തോന്നുവോ? മോളെ ഋതു, വരുന്നു ചെറിയമ്മേ. ദിവ്യ, ഒരു കോഫി തരൂ. ദീപക് സാറ്, അല്ല സാറ് പറയുന്നൊക്കെ അനുസരിച്ച സാറിന്റെ കയ്യിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാന്ന് സാർ എന്നോട് പറഞ്ഞതല്ലേ? എന്താ ദിവ്യ, ദിവ്യ ഇങ്ങനെ പേടിയാണോ? അതെ സർ. ദിവ്യ ഇങ്ങനെ പേടിച്ചാലെങ്ങനെയാ? എന്റെ റൂമിലേക്ക് വാ. ദിവ്യയുടെ മുന്നിൽ വെച്ച് തന്നെ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാന്നേ. വാ ദിവ്യ, വാ, ധൈര്യമായിട്ട് വാ. വാ ദിവ്യ, വാ, അധികം വാ. അയ്യോ, എന്താ ഇത്? നിന്റെ പേടി ഇതുവരെ മാറിയില്ല ദിവ്യ. ദീപക് സാറെ, വാതിൽ തുറക്ക്. ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും. ഒരു ചീത്തപ്പേര് കിട്ടിയാ അത് തേച്ചാലും മാച്ചാലും പോവില്ല സാറേ. എന്റെ അച്ഛനും അമ്മയും എനിക്ക് കല്യാണാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? കല്യാണത്തിനൊന്നും നീ വെറുതെ ധൃതി വെക്കണ്ട. അച്ഛനോടും അമ്മയോടും നീ പറഞ്ഞേക്ക് നിനക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ദീപക് സാർ ഇത് എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഞാൻ നോട്ടിട്ട പെണ്ണിനെ വേറെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോന്ന് കേട്ടാ ഞാൻ സഹിക്കോ? ഈ ദീപക് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നീ ഇങ്ങനെ കൺഫ്യൂഷൻ ആവില്ല ദിവ്യേ. എനിക്ക് നിന്നെ എന്തിഷ്ടാണെന്നറിയോ? ഞാൻ നിന്നോട് കാണിക്കാൻ ദേഷ്യമൊക്കെ വെറുതെ അല്ലേ? ശരിക്കും എന്റെ മനസ്സിനുള്ളിൽ നീയാ, നീ മാത്രം. എന്താ ദിവ്യ ഇങ്ങനെ? ഞാൻ നിന്നെ കെട്ടിക്കോളാടി. അയ്യോ സാറേ, തമാശക്ക് പോലെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാനൊരു വേലക്കാരി പെണ്ണാ. സാറിന്റെ ഒന്നും മുന്നില് ഇങ്ങനെ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. നീ ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ വിഷമിക്കില്ല മോളെ. സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ ജനിച്ചു പോയതാണ് നിനക്ക് പറ്റിയ തെറ്റ്. അല്ലെങ്കിൽ നിന്റെ ലുക്കിനും സൗന്ദര്യത്തിനും എങ്ങനെ ജീവിക്കേണ്ട പെണ്ണാ നീ. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷേ എനിക്കിപ്പോ ഇക്കാര്യം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല. നിനക്കറിയാലോ,
അമ്മാവന് അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ ഈ കാര്യമെങ്ങാനും അമ്മാവനിപ്പോ അറിഞ്ഞാ അതൊരു വലിയ പ്രശ്നമാവില്ലേ? നീ പേടിക്കണ്ട. നീ ഇനി എന്റെ പെണ്ണ, മനസ്സിലായോ? സത്യാണോ സാറി പറയുന്നേ? ആ, ഞാൻ സാറിനെ വിശ്വസിച്ചോട്ടെ? ഞാൻ നിന്റെ തലയത്തോടെ സത്യച്ചാണോ? ചെയ്യാം. നീയാണ് സത്യം. നിനക്കിപ്പോ വിശ്വാസമായോ? വിശ്വാസമായി. ഒരു കുറവും വരാതെ നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ ഇനി എന്റെ പെണ്ണ. ഇത്രയ്ക്ക് ഫൂളായിരുന്നു ഇവിടെ. ഭാര്യയായല്ല, ഒരു വിശ്വസ്തയായി, എന്റെ തടസ്സങ്ങൾക്കൊരു സഹായിയായി മാത്രം. ഋതികയുമായുള്ള എന്റെ വിവാഹം കഴിയുന്നതുവരെ ഇവിടെ എനിക്ക് വേണം. യാമിനി ചേച്ചി, അംബിക മാഡം, യാമിനി ചേച്ചി, അംബിക മാഡം. ദേ, ആ, ദേ. എന്താ രാജു, എന്താ വിശേഷം? രമ്യ ശ്രീയൊക്കെ ഉണ്ടല്ലോ. എന്താ രമ്യ? There is a happy news to reveal. എന്ത് ന്യൂസ്? മനുഷ്യരെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറ രാജു. പറയാനാണല്ലോ വന്നത്. എല്ലാരും ഒന്ന് വന്നോട്ടെ മാഡം. ശരി, പറ. ഇനി അച്ഛനും കൂടി വന്നാലേ പറയുന്നുണ്ടോ? ഇല്ല, വർമ്മ സാറ് വരണ്ട. വിദ്യാഭ്യാസ മന്ത്രി അറിയാത്ത വാർത്തയല്ല. സാറത് നേരത്തെ അറിഞ്ഞാണ്. എന്നാ പറ, ബാക്കിയുള്ളവർ അറിയട്ടെ. ഋതിക മാഡം എക്സാം ജയിച്ചിരിക്കുന്നു. അതും നല്ല പെർസെന്റേജോടെ. മോളെ, ചെറിയ ശേഖരേട്ടാ, കൺഗ്രാറ്റ്സ് മോളെ. സ്വീറ്റ്സ്. താങ്ക് യു. സന്തോഷായി. ഋതികയുടെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടിയാ ഞാനും ശ്രീയും രാജുവിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. കൺഗ്രാറ്റ്സ്. താങ്ക്സ് രമ്യ. എക്സാം പാസ്സായത് എന്റെ മാത്രം എടുക്കൊണ്ടല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒരാൾക്ക് കൂടി അവകാശപ്പെട്ടതാ, അല്ലേ രാജു? ആ, അങ്ങനെ ഒരാളുണ്ടോ? അതാരാ മാഡം? ആ ആളിന് ഞാനിപ്പോ സ്വീറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.